റഷ്യ യുക്രൈൻ സമാധാന ചർച്ചയിൽ നിർണായക ഇടപെടലുമായി സൗദി. റഷ്യൻ പ്രസിഡന്റുമായുള്ള സൗദി കിരീടാവകാശിയുടെ ചർച്ചയ്ക്ക് പിന്നാലെ യുക്രൈൻ പ്രതിനിധികൾ സൗദിയിലെത്തി. പലസ്തീൻ സമാധാനത്തിനും സൗദിയുടെ ശ്രമം തുടരുകയാണ്. ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന റഷ്യ യുക്രൈൻ സമാധാന ചർച്ചയിൽ സൗദിയുടെ നിർണായക പങ്കും നീക്കങ്ങളുമൊക്കെ വ്യക്തമാവുന്ന ചില റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുടിൻ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി നേരിട്ട് ടെലിഫോണിൽ സംസാരിച്ച് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിരുന്നു. ഇതിനു പുറമെ പുടിൻ്റെ ഒരു സന്ദേശം കഴിഞ്ഞ ദിവസം സൗദി കിരീടാവകാശിക്ക് ലഭിക്കുകയും ചെയ്തു. ഇതിനു പുറമെയാണ് കഴിഞ്ഞ ദിവസം യുക്രൈൻ പ്രസിഡന്റിൻ്റെ ഓഫീസ് ഡയറക്ടറായ ആൻഡ്രി യെർമാർക്ക് സൗദിയിലെത്തി റിയാദിൽ സൗദി പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളുടെയും സുരക്ഷാ ഉപദേഷ്ടാക്കളും മന്ത്രിമാരുമൊക്കെ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു. അമേരിക്ക, റഷ്യ, യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്ന സൗദിയുടെ ഇടപെടൽ ഈ ഒരു പ്രശ്നത്തിന് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഏറെ ആക്കം കൂട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇതിനു പുറമെയാണ് സൗദിയുടെ ഈ പലസ്തീൻ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നത്. സൗദി വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം യൂറോപ്പിലെത്തി ഇറ്റലി, ജർമ്മനിയിലൊക്കെ പോയി അവിടെയുള്ള രാഷ്ട്ര നേതാക്കളുമായി ചർച്ച നടത്തി അവരുടെ എല്ലാം പിന്തുണ ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരുവിധം രാജ്യങ്ങൾ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും OIC വിദേശകാര്യമന്ത്രിമാരും ഒക്കെ സൗദിയുടെ ശ്രമങ്ങൾക്ക് സ്വതന്ത്ര പലസ്തീൻ യാഥാർത്ഥ്യമാകുന്നതിന് ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതെല്ലാം പൂർണ്ണമായ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.